നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ബോണ്ട തയ്യാറാക്കി എടുത്താലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് കടലപ്പൊടി, 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പിഞ്ച് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചൂടായ പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 സവാള കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി ഇതിലോട്ട് ഒരു തണ്ട് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഓരോ ബോൾസാക്കി എടുക്കാം. അപ്പോൾ റെഡിയാക്കി എടുത്ത മാവിലോട്ട് ഒരു 1/4 ടീസ്പൂണ് സോഡപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നും ഇതേപോലെ മാവിൽ മുക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.